കഴിഞ്ഞ ദിവസം ഇങ്ങനെ എക്സാം ഹാളിൽ പരീക്ഷ ഇൻവിജിലേറ്ററായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് കൂൾ ഓഫ് ടൈം ഉണ്ട് ഒരു 15 മിനിറ്റ്. എല്ലാ എക്സാമിനും ഉണ്ട്. നമ്മൾ സ്കൂൾ സിസ്റ്റം അതെ. എല്ലാ എക്സാമുകൾക്കും ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ ഉത്തരം എഴുതാനുള്ള ഒരു സമയമാണ്. അപ്പോൾ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ആൻസർ ഷീറ്റും വിതരണം ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലാസ്സിൽ കൂടെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യണം. അപ്പോൾ കുട്ടികളോട് ക്വസ്റ്റ്യൻ പേപ്പറിന് ഏറ്റവും മുകളിൽ അവരുടെ പേര്, ക്ലാസ് നമ്പർ ഇത് എഴുതണമെന്നുള്ളതാണ്. അതൊക്കെ എഴുതി അവസാനം കാമണിക്കൂർ കഴിഞ്ഞ് ബെല്ലൊക്കെ അടിച്ച് പരീക്ഷ തുടങ്ങുമ്പോൾ കുട്ടികൾ ജസ്റ്റ് എന്താണ് എഴുതുന്നത് ഞാനൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ പോയി നോക്കാറുണ്ട്. അപ്പോൾ സമയത്ത് ഒരുത്തൻ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊടുത്ത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ അവനിങ്ങനെ എഴുതുമ്പോൾ ഇംഗ്ലീഷായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാനൊന്നും കൂടെ ഇങ്ങനെ കുറച്ച് ബാക്കിൽ അവന് അറിയും ചെയ്യരുത് എന്നാൽ ബാക്കിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എഴുതുന്നത് ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല, മംഗ്ലീഷിലാണ് ആൻസർ പേപ്പറിൽ. അപ്പോൾ എനിക്ക് ഇങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയില്ലേ, ഞാൻ ആ ക്ലാസ്സൊന്നും എടുക്കുന്നില്ല, എന്നാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒന്നുകിൽ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ഇതൊന്നുമില്ലാതെ ഈ മംഗ്ലീഷിൽ എനിക്ക് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല. എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവനോട് ഇങ്ങനെ തോളിൽ തട്ടിട്ട് ചോദിച്ചു, അല്ല മോനെ ഈ ഏത് ക്ലാസ്സിലാണ്? എൻ്റെ ക്ലാസ് 10ാം ക്ലാസ്സിലല്ലേ? അതെ. ഈ ആൻസർ പേപ്പർ എങ്ങനെയുണ്ടെന്ന് പരീക്ഷ കണ്ടേ സൂപ്പറായെന്ന് വെച്ചാൽ എൻ്റെ കണ്ടിങ്ങനെ നോക്കിയിട്ട് ശരിയിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു മുഴുവനായിട്ടും അവർ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ് പരീക്ഷയും മംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ അവനോട് വളരെ സൗഹൃദത്തിൽ അല്പം ഇങ്ങനെ മാറി നിന്നിട്ട് തോളൊക്കെ കൈയിട്ടെന്നെ ചോദിച്ചു, അപ്പോൾ എന്താ മലയാള മീഡിയത്തിലല്ലേ നീ പഠിക്കുന്നത്, നീ എഴുതി ഇംഗ്ലീഷിലാണല്ലോ? അല്ല സാർ ഞാൻ ഇംഗ്ലീഷിലല്ല എഴുതിയത്. പിന്നെ മലയാളത്തിലല്ലല്ലോ നീ എഴുതിയത്? ഞാൻ പേപ്പറൊക്കെ മടക്കി വെച്ചിട്ടാണ്. അല്ലോ പറയാം എനിക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് അറിയുമെന്ന് വെച്ചു. അവർ ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ എങ്ങനെയാണ് നീ പരീക്ഷ എഴുതി വെച്ച്? മംഗ്ലീഷിലാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷ നമ്മളിതുവരെ കേൾക്കുകയോ ഇതൊന്നുമില്ല ജസ്റ്റ്. അപ്പോൾ അതെങ്ങനെ നിനക്ക് കിട്ടി വെച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഇതാക്കിയതാണ്, അതിന് പഠിച്ചെടുത്താണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ തീർച്ചയായും നമുക്കൊരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ സ്വന്തം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവരോട് അടുത്ത ഒരു ഫ്രണ്ട്ലി ആയിപ്പോൾ അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, അപ്പോൾ മലയാളത്തിൽ നിനക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതാൻ പറ്റും, അഡ്രസ്സ്, കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചു. അല്ലെങ്കിൽ അങ്ങനെ ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല, കഴിയുന്ന പറയില്ല. ആ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം കാര്യങ്ങൾ പോലും ഒരു മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാതെ ഒരു പുതിയ ന്യൂജൻ ലാംഗ്വേജ് ഉണ്ടാക്കി എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ജീവിതത്തിൽ ഒരു പക്ഷേ അവർക്ക് വിജയിച്ചേക്കാം. വിജയിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.